നെതന്യാഹുവിൻ്റെ ഗാസ പിടിച്ചടക്കൽ പ്രഖ്യാപനം യമൻ സായുധ ഗ്രൂപ്പായ ഹൂതികളെ ശരിക്കും പ്രകോപിതരാക്കിയിട്ടുണ്ട്. പിന്നാലെ ചെങ്കടലിൽ അവർ യുദ്ധപ്രഖ്യാപനവും നടത്തി. ഇസ്രായേലിനെ ലക്ഷ്യമിട്ടും ഹൂതികൾ കനത്ത ആക്രമണം നടത്തിയിരുന്നു. ഇസ്രായേൽ മന്ത്രിസഭ ഗാസ സിറ്റി പദ്ധതിക്ക് അംഗീകാരം നൽകിയ ദിവസമാണ് ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ ഇസ്രായേലിൽ ശക്തമായ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൻ്റെ തീവ്രത സംബന്ധിച്ച റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബെൻ ഗുരിയോൺ വിമാനത്താവളത്തെയും ബീർഷെബ, അഷ്കലോൺ നഗരങ്ങളിലെ 2 സുപ്രധാന സ്ഥലങ്ങളെയും ലക്ഷ്യമിട്ടാണ് 3 ഡ്രോണുകൾ വിക്ഷേപിച്ചതെന്ന് ഹൂതി വക്താവ് യഹിയ സാരി പറഞ്ഞു. ഗാസ വിഷയത്തിൽ മുസ്ലിം രാഷ്ട്രങ്ങൾ മൗനം വെടിയണമെന്നും യഹിയ സാരി ആവശ്യപ്പെട്ടു. ചെങ്കടലിലെ യാത്ര ഒഴിവാക്കാനും ഷിപ്പിംഗ് കമ്പനികൾക്ക് ഹൂതി വക്താവ് മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലിൻ്റെ ഗാസ ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് യമനിലെ സായുധ ഗ്രൂപ്പായ ഹൂതികൾ ചെങ്കടലിൽ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്താൻ തുടങ്ങിയത്. ചെറിയൊരു കാലം ഹൂതികൾ ആക്രമണം നിർത്തിവെച്ചു. ഗാസയിൽ താൽക്കാലിക വെടിവെപ്പ് പ്രഖ്യാപിച്ചതോടെയാണ് ചെങ്കടലിൽ ഹൂതികൾ ആക്രമണം നിർത്തിവെച്ചത്. എന്നാൽ ഇസ്രായേൽ നിരന്തരം വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ടേയിരുന്നു. മാത്രമല്ല, വെടിനിർത്തൽ കാലാവധി കഴിഞ്ഞതോടെ ശക്തമായ ആക്രമണവും തുടങ്ങി. ഇതോടെ ചെങ്കടലിൽ വീണ്ടും ഹൂതികൾ ആക്രമണം ആരംഭിച്ചു. ഗാസയെ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള പദ്ധതി കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു. പിന്നാലെ പുതിയൊരു നീക്കവുമായി മുന്നോട്ടു പോവുകയാണ് ഹൂതികൾ. 64 അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയതായി ഹൂതികൾ അറിയിച്ചു. ഇസ്രായേലിന് മേൽ ഏർപ്പെടുത്തിയ സമുദ്ര ഉപരോധം ലംഘിച്ചുവെന്നാരോപിച്ചാണ് ഹൂതികളുടെ നടപടി. മുന്നറിയിപ്പ് നൽകിയിട്ടും ഇസ്രായേലിൻ്റെ തുറമുഖങ്ങളിൽ പ്രവേശിച്ച കപ്പലുകൾക്കാണ് ഹൂതികൾ ഉപരോധം ഏർപ്പെടുത്തിയത്. നേരത്തെ കപ്പലുകൾ ഇസ്രായേലിൻ്റെ തുറമുഖങ്ങളിൽ അടുക്കുന്നതിന് പിഴ നൽകുമെന്ന് കമ്പനികളെ ഹൂതികൾ അറിയിച്ചിരുന്നു. എന്നാൽ കപ്പലുകൾ മുന്നറിയിപ്പ് അവഗണിച്ചു. ഈ കമ്പനികളുടെ മുഴുവൻ കപ്പലുകളെയും ഉപരോധിക്കുമെന്നാണ് ഹൂതികളുടെ ഭീഷണി. ചെങ്കടൽ, ബാബുൽ കടലിടുക്ക്, ഏദൻ ഉൾക്കടൽ, അറേബ്യൻ കടൽ എന്നിവയിലൂടെ സഞ്ചരിക്കുന്നതിൽ നിന്ന് വിലക്കിയിട്ടുണ്ടെന്നും ഹൂതികൾ അറിയിച്ചു. യമൻ സായുധ സേന എത്തിപ്പെടാൻ കഴിയുന്നിടത്തെല്ലാം ഈ കപ്പലുകളെ ലക്ഷ്യമിടുമെന്നും ഹൂതികൾ പ്രഖ്യാപിച്ചു. ഏത് രാജ്യത്തിൻ്റെ കപ്പലുകളാണെങ്കിലും ഉപരോധം ബാധകമാണെന്നും ഹൂതികൾ പ്രസ്താവനയിൽ അറിയിച്ചു. ഭാവിയിൽ ഉണ്ടാകുന്ന ഏതൊരു ലംഘനത്തിനും സമാനമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്നും ഹൂതികൾ മുന്നറിയിപ്പ് നൽകുന്നു. മാത്രമല്ല, ഉപരോധത്തിന് മുമ്പുള്ള മുന്നറിയിപ്പുകൾ അവഗണിക്കുന്ന കമ്പനികൾ അനന്തരഫലത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം വഹിക്കേണ്ടി വരുമെന്നും ഹൂതികൾ അറിയിച്ചു. ഇസ്രായേലിൻ്റെ സൈനിക പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാനും ഗാസയിലെ ഉപരോധം പിൻവലിക്കുന്നതിനും ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കാനുമുള്ള ഹൂതികളുടെ തന്ത്രത്തിൻ്റെ ഭാഗമാണിത്. ഇസ്രായേലിൻ്റെ സമുദ്ര വ്യാപാരം തടസ്സപ്പെടുത്താനും അന്താരാഷ്ട്ര ഇടപെടലിനുമാണ് ഈ നടപടികൾ ലക്ഷ്യമിടുന്നതെന്ന് യമൻ സായുധ ഗ്രൂപ്പ് അവകാശപ്പെടുന്നു. മേഖലയിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെയാണ് ഈ പ്രഖ്യാപനം. ഹൂതികൾ തങ്ങളുടെ സൈനിക നിലപാട് ശക്തമാക്കുകയും ഉപരോധ തന്ത്രത്തിൻ്റെ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കപ്പലുകളെ ലക്ഷ്യമിടുന്നത് ഒഴിവാക്കാൻ ആഗോള ഷിപ്പിംഗ് കമ്പനികൾ ഇസ്രായേലുമായുള്ള ബന്ധം വിച്ഛേദിക്കാനും ഹൂതികൾ ആഹ്വാനം ചെയ്തു.